പശ്ചിമയിൽ പുലി ഇറങ്ങിയെന്ന സംശയത്തിൽ ജനങ്ങൾ ആശങ്കയിലായിരിക്കെ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് തിങ്കളാഴ്ച കാട്ടാന വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. ഇതോടെ മലയോരത്തിന് വീണ്ടും ഉറക്കം നഷ്ടമായി. കോട്ടയം ജില്ലയിലല്ല കഴിഞ്ഞ ദിവസത്തെ സംഭവമെങ്കിലും ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലയിലെ വനാതിർത്തി ഗ്രാമങ്ങളിലും എപ്പോൾ വേണമെങ്കിലും ആനയും പുലിയും ഒക്കെ ഇറങ്ങി ജീവനെടുക്കാവുന്ന അവസ്ഥയാണ്. ഒരു ഭാഗത്ത് KK റോഡും മറുഭാഗത്ത് ശബരിമല വനവും അതിർത്തി പങ്കിടുന്ന TR&T എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്. എസ്റ്റേറ്റിന്റെ വനാതിർത്തി പ്രദേശത്ത് ഏതാനും വർഷങ്ങളായി കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. 2018 ആരംഭത്തോടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് വ്യാപകമായി ഇറങ്ങാൻ തുടങ്ങിയത്. ചക്ക ഉണ്ടാകുന്ന സീസണിൽ മാത്രം ഇറങ്ങിയിരുന്ന ആനകൾ പിന്നീട് സ്ഥിരമായി എത്തിത്തുടങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു. 2019 ഡിസംബറിൽ ആനകൾ കൂട്ടത്തോടെ കാട് കടന്ന് നാട്ടിലെത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 24 ആനകൾ അടങ്ങിയ കൂട്ടമാണ് ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഇവയെ കാട് കയറ്റാൻ വനം വകുപ്പിനായത്. ഏതാനും കിലോമീറ്ററുകൾ അകലെ അമലഗിരിയിൽ KK റോഡിനോട് ചേർന്നും മുറിഞ്ഞപ്പുഴ കണയങ്കവയൽ റോഡിലുമൊക്കെ കാട്ടാന എത്തിയത് സമീപ നാളുകളിലാണ്. TR&T എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളും കാട് കയറിയ നിലയിലാണെന്നത് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് സൗകര്യമാകുന്നു. കൊമ്പുകുത്തി, കണ്ണിമല, എരുമേലി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കാട്ടാന ശല്യ ഭീതിയിലാണ്. കോരത്തോട് പഞ്ചായത്തിന്റെ വനാതിർത്തി മേഖലയിൽ എന്നും കാട്ടാന ഭീതിയാണ്. ഈ പ്രദേശങ്ങളിലെ 100 കണക്കിന് ഏക്കർ കൃഷിയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാട്ടാനകൾ നാമാവശേഷമാക്കിയത്. കൂടാതെ പുലികളും മലയോര ഗ്രാമങ്ങളെ വിറപ്പിക്കുകയാണ്. ആടിനെയും പശുവിനെയും നായ്ക്കളെ പോലും വളർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. TR&T എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ ടോപ്പ്, കൊമ്പകുത്തി, കുപ്പക്കയം മേഖലയിൽ ഏതാനും വർഷത്തിനുള്ളിൽ നായകളും പശുക്കളും ഉൾപ്പെടെ 50-ലേറെ വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊന്നൊടുക്കിയത്. എസ്റ്റേറ്റിലെ EDK ഡിവിഷനിലായിരുന്നു ശല്യമേറെയും. ഇപ്പോൾ പുലിശല്യം പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിലും ഏത് നിമിഷവും തിരിച്ചെത്താമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്തിന് ഏതാനും കിലോമീറ്ററുകൾ അകലെ പശ്ചിമയിൽ പുലി എത്തിയതായി നാട്ടുകാർ പറയുന്നു. ഇത് വളർത്തു നായകളെയും ആടിനെയും കൊന്നിരുന്നു. എന്നാൽ പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടും സ്ഥാപിച്ചിട്ടില്ല. മുണ്ടക്കയം എരുമേലി റൂട്ടിൽ പുലിക്കലിൽ നിന്നും 2023 ജൂലൈ 19 പുലിയെ പിടികൂടിയിരുന്നു. കൂടാതെ വേനൽ കടുത്തതോടെ കുടിവെള്ളവും ഭക്ഷണവും തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും മലയോര നിവാസികളെ ഭീതിയിലാക്കുന്നു. കാട്ടാന മുതൽ കാട്ടുപന്നി വരെ ഇക്കൂട്ടത്തിലുണ്ട്. പെരുവന്താനം, പുഞ്ചവയൽ, കണ്ണിമല, കോരത്തോട്, വണ്ടൻപതാൽ, കണമല, എരുമേലി, പാമ്പാടി, മുക്കൂട്ടുതറ, പൊന്തൻപുഴ, മണിപ്പുഴ എന്നിവിടങ്ങളിലാണ് ഇവയുടെ ശല്യം രൂക്ഷം. ഏക്കർ കണക്കിന് കൃഷി ഇതിനകം നശിപ്പിച്ചു. ആനശല്യം ഭയന്ന് രാത്രി വീട് വിട്ടു പോകേണ്ട സാഹചര്യമാണ് പലർക്കും. ഇതോടൊപ്പമാണ് മലയണ്ണാനും കാട്ടുപൂച്ചയും മയിലും പാമ്പും അടക്കമുള്ളവയുടെ ശല്യവും. കാട്ടാനകളെ നിയന്ത്രിക്കാൻ സോളാർ വൈദ്യുതി വേലി, കിടങ്ങുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഇഴയുകയാണ്. 2 വർഷം മുമ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പണികൾ അടുത്തിടെയാണ് ആരംഭിച്ചത്. കർഷകർക്കുണ്ടാകുന്ന നാശത്തിന് നഷ്ടപരിഹാരവും തുച്ഛമാണ്. വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ച നിരക്കിലാണ് ഇപ്പോഴും നഷ്ടപരിഹാരം നൽകുന്നത്. കൃഷിയിടങ്ങളിലും ഇതിനോട് ചേർന്ന പ്രദേശങ്ങളിലും കാട്ടുമൃഗങ്ങൾ അപായപ്പെട്ടാൽ ഉത്തരവാദിത്തം കർഷകർക്ക് മേൽ കെട്ടിവയ്ക്കുന്ന പ്രവണതയുമുണ്ട്. TR&T എസ്റ്റേറ്റിൽ മാത്രം ഇതുവരെ ആനയെ കണ്ട് ഭയന്നോടി പരിക്കേറ്റത് 100-ലേറെ പേർക്ക്. മുണ്ടക്കയത്തിന് ചുറ്റുവട്ടത്തുള്ള മലയോര മേഖലകളിൽ തിങ്കളാഴ്ചത്തേക്കുൾപ്പെടെ 7 വർഷത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 4 പേരാണ്. 2018 ഓഗസ്റ്റ് 16 വീടിന് സമീപം വനത്തിൽ വിറകിന് പോയ പാക്കാനം ഇഞ്ചക്കുഴി കുര്യൻപറമ്പിൽ സൗദാമിനി ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷം 2019 ജനുവരി 9 കാനനപാതയിൽ വള്ളിത്തോടിന് സമീപം തമിഴ്നാട് സേലം സ്വദേശി പരമശിവം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2020 ജനുവരി 5 മുക്കുഴി പൂക്കുറ്റി താവളത്തിൽ ആനയുടെ ചവിട്ടേറ്റ് ശബരിമല തീർത്ഥാടകനായ കോയമ്പത്തൂർ സ്വദേശി ബത്തിരപ്പൻ കൊല്ലപ്പെട്ടു.